പാലായിൽ ഓൺലൈൻ ട്രാൻസാക്ഷന്റെ മറവിൽ ഫ്ലവർ ഷോപ്പ് ഉടമയിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമം. ആർമി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പാലായിലെ ഫിയസ്റ്റ ഫ്ലവർ ഷോപ്പിൽ നിന്നും ബൊക്കെ ഓർഡർ ചെയ്ത ശേഷം പണം അയച്ചതിന്റെ വ്യാജ സ്ക്രീൻഷോട്ടുകളും മെസ്സേജും നൽകിയാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. 1000 രൂപയുടെ ഓർഡറിന് 10,000 രൂപ കടയുടമയുടെ അക്കൗണ്ടിലേക്ക് അയച്ചുവെന്നും ബാക്കി 9,000 രൂപ തിരിച്ചയക്കണമെന്നും പറഞ്ഞ് നിരവധി തവണ ഇയാൾ ഫോൺ ചെയ്തിരുന്നു. 2 ദിവസം മുമ്പാണ് ഇന്ത്യൻ ആർമിയിലാണെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വരുന്നത്. ഷോപ്പിലേക്കാണ് വിളിച്ചത്. അപ്പം 1000 രൂപയുടെ ഒരു ബൊക്ക വേണം, പിറ്റേ ദിവസം ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലാണ് എന്നെ കോൾ ചെയ്തത്. അപ്പം ഇന്ത്യൻ ആർമിയിലെ സന്തോഷ് കുമാർ എന്നാണ് ആളുടെ പേര് പറഞ്ഞത്. ആളുടെ മകൻ രാവിലെ വന്ന് കളക്ട് ചെയ്യും. അപ്പോൾ 1000 രൂപയുടെ രീതി വരുന്നൊരു ബൊക്കയാണ് വേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അങ്ങനെ ആളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എത്രയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 1000 റുപ്പീസാണ്, സാറിന് ഇഷ്ടമുള്ള രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാം, അക്കൗണ്ടിലേക്ക് ഫുൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജ് വന്നാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 10,000 രൂപയാണ് അക്കൗണ്ടിൽ കയറിയെന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത്. പക്ഷേ എൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ ആളെന്നെ വിളിച്ചു, സാറേ പൈസ കയറിയെന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ പൈസ കയറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളെ പെട്ടെന്ന് കട്ട് ചെയ്തു. പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, ടെസ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വന്നത്. 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ടെസ്റ്റ് മെസ്സേജ് വന്നു. ആൾ 1 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു. അന്നേരം എന്നോട് ചോദിച്ചു ഫണ്ട് കയറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആളെന്താ പറയുന്നതെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു ഫണ്ട് കയറിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ 3ാമതാണ് ആളെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ട് കയറിയിട്ടുള്ള 3ാമത് എനിക്ക് മെസ്സേജ് വന്നു. 3ാമത് ആളെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറേ ഒരു 10,000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, സാറിന് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, എനിക്ക് അറിയാതെ മാറിപ്പോയതാണ്, സാറ് ബാക്കി 9,000 രൂപ എനിക്ക് തിരിച്ചിടുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് എനിക്ക് ടെസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, പക്ഷേ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല സാറ് ഞാൻ അയച്ചു, സ്ക്രീൻഷോട്ട് സാറിന് അയച്ചിട്ടുണ്ട്, സാറ് ടെസ്റ്റ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടെസ്റ്റ് മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, മെസ്സേജ് ആയിട്ട് വന്നിട്ട് കാര്യമില്ല, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം 1 മിനിറ്റ് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ആൾ ഫ്രോഡാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഫ്രോഡ് പരിപാടി കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടായ കൂത്താട്ടോളം ഒരു ഷോപ്പിൽ വിളിച്ചപ്പം ഇങ്ങനെ ഞങ്ങൾ യാദൃശ്ചികമായി സംസാരിച്ച് വന്നപ്പോഴാണ് ഈ കാര്യം അവിടെ സെയിം സംഭവം നടന്നത്. കടയുടമയുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റായി എന്നതിന്റെ തെളിവും ടെക്സ്റ്റ് മെസ്സേജായി അയച്ചു കൊടുത്തു. സംശയം തോന്നിയ കടയുടമ പണം നൽകാൻ തയ്യാറായില്ല. സമാനമായ രീതിയിൽ തൊടുപുഴയിലും കൂത്താട്ടുകുളത്തും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഓൺലൈനിൽ പണം അയക്കാനുള്ള സൗകര്യം തട്ടിപ്പിനുള്ള മാർഗമായി മാറുമ്പോൾ വ്യാപാരികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് സംഭവം.